അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ ട്രംപ് സൗദി അറേബ്യയിൽ എത്തുമെന്നാണ് അറിയുന്നത്. 4 ദിവസ സന്ദർശനത്തിൽ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. നാളെ സൗദി അറേബ്യയിൽ നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിലും ട്രംപ് പങ്കെടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജലീൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ വിദേശ യാത്ര, അതായത് രാഷ്ട്രീയ ദൗത്യത്തോടെയുള്ള ആദ്യത്തെ വിദേശ സന്ദർശനമാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. എന്നാൽ രാഷ്ട്രീയ ദൗത്യത്തോടു കൂടിയുള്ള ആദ്യത്തെ വിദേശ സന്ദർശനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചരിത്രപരമായ സന്ദർശനം എന്നാണ് ട്രംപ് തന്നെ ഈ പര്യടനത്തെ വിശേഷിപ്പിച്ചത്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം റിയാദിലെത്തും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മേഖലയിലെ സുരക്ഷ, പ്രതിരോധം, ഊർജം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും സൗദി സന്ദർശന വേളയിൽ അദ്ദേഹം ചർച്ച നടത്തുക. അതിനു പുറമെ പലസ്തീൻ, ഗസ പ്രശ്നങ്ങൾ, അതായത് ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലയിലെ പ്രശ്നങ്ങളും സൗദിയുമായി, അതോടൊപ്പം തന്നെ ഗൾഫ് ഭരണാധികാരികളുമായി അദ്ദേഹം ചർച്ച നടത്തും. വൻ തുകയുടെ ആയുധ കരാർ സൗദി US ഒപ്പുവെക്കും എന്നാണ് റിപ്പോർട്ട്. ഏതാണ്ട് $100 ബില്യൺ ആയുധ കരാറിൽ സൗദി അമേരിക്കയുമായി ഒപ്പുവെക്കും എന്നാണ് വന്ന റിപ്പോർട്ട്. സൗദി അമേരിക്ക ഇൻവെസ്റ്റ്മെന്റ് ഫോറം ഇന്ന് റിയാദിൽ നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട നിക്ഷേപകർ ഈ ഫോറത്തിൽ പങ്കെടുക്കും. നാളെയാണ് അമേരിക്ക GCC ഉച്ചകോടി നടക്കുന്നത്. ഈ GCC രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർക്ക് പുറമെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. വ്യാഴം വരെ അദ്ദേഹം ഗൾഫിൽ ഉണ്ടാകും. ബുധനാഴ്ച, നാളെ അദ്ദേഹം ഖത്തറിലേക്ക് പോകും. മറ്റന്നാൾ വ്യാഴാഴ്ച UAE സന്ദർശനം കഴിഞ്ഞ് വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഏതായാലും സൗദി സന്ദർശന വേളയിൽ പ്രധാനമായും നിക്ഷേപം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സൗദി $1 ട്രില്യൺ നിക്ഷേപം അമേരിക്കയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധമായ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. സൗദിയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരാണ് അമേരിക്ക. $54 ബില്യൺ നിക്ഷേപമാണ് അമേരിക്കക്ക് ഇപ്പോൾ സൗദിയിലുള്ളത്. കഴിഞ്ഞ വർഷം 2024 ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം $32.5 ബില്യൺ എത്തി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ US-ലേക്ക് $12.8 ബില്യൺ സാധനങ്ങളാണ് കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത്. അതിൽ ഏകദേശം $3 ബില്യൺ എണ്ണേതര ഉൽപ്പന്നങ്ങളായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും മേഖലയിലെ സുരക്ഷയും അതോടൊപ്പം തന്നെ നിക്ഷേപവുമാണ് ഈ സന്ദർശന വേളയിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ലോകം വളരെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഗൾഫ് പര്യടനം. SKN. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹത്തിൻ്റെ ഗൾഫ് പര്യടനം, അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് പര്യടനം ഇന്ന് ആരംഭിക്കുന്നുവെന്നാണ് ജലീൽ റിപ്പോർട്ട് ചെയ്തത്.